ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളിപ്പോൾ ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ക്രിസ്മസ് ആയി. ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. ക്രിസ്മസ് നമ്മളെ സംബന്ധിച്ചും ലോകം മുഴുവനെ സംബന്ധിച്ചും വലിയ തിരുനാളാണ്. വലിയ ആഘോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി എല്ലാവരും തിരുനാൾ ആഘോഷിക്കുന്നു. പുൽക്കൂട്, നക്ഷത്രങ്ങൾ, മാലാഖമാർ, ആട്ടിടയന്മാർ, രാജാക്കന്മാർ, അതെല്ലാം ഉപരിയായി ഉണ്ണീശോ, മാതാവ്, യേശുപിതാവ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരികയാണ്. ഇത് വലിയ ആനന്ദത്തിൻ്റെ ഒരു സമയമാണ്. ലോകം മുഴുവനും ആചരിക്കുന്നു. ഒരുപക്ഷെ ജാതിമത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് ഈ ക്രിസ്മസ്, ലോകം മുഴുവനും. ഇതിൻ്റെ കാരണം എന്താണ്? ഇത്രമാത്രം ആഘോഷത്തിന് കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. എന്താ കാരണം? കാരണം ഇതാണ്: മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി സർവ്വവിധ തിന്മകളിൽ നിന്നും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പുത്രൻ ജനിച്ചു എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ പ്രാധാന്യം. ഇത് വാക്കുകൾക്ക് അതീതമായ ഒരു സംഗതിയാണ്. പാപമോചിക്കാൻ, പാപമില്ലാതാക്കാൻ, മനുഷ്യന് സമഗ്രമായ മോചനം നൽകുവാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിലെ പിതാവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രനെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരെ ദൈവത്തിൻ്റെ മക്കളായി തീരും എന്നാണ് ഈശോ പഠിപ്പിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ പുത്രൻ ഈശോ മിശിഹ പറഞ്ഞതനുസരിച്ച് അവിടുന്ന് സ്നാനം സ്വീകരിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നു. ഈശോ പറഞ്ഞു, എൻ്റെ പക്കൽ വരുന്നവരെ ആരെ ഞാൻ തള്ളിപ്പറയുകയില്ല, ആരെയും ഞാൻ നിഷേധിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വചനത്തിൽ പറയുന്നു, എൻ്റെ പക്കൽ വരുന്നവരെ ആരും തള്ളിപ്പറയുകയില്ല എന്ന്. ഈശോയുടെ പക്കൽ നമുക്ക് പോകാം. മറ്റുള്ളവർക്ക് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് ഈശോയെ തന്നെ കൊടുക്കുന്ന ഒരു അനുഭവമാകട്ടെ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈശോയെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് സന്തോഷത്തോടെ ആഘോഷിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.